ഗൈസ്, ഞാൻ റെഡി ആയിരിക്കുന്നത് എവിടെ പോകാനാണെന്നറിയോ? ഈ പെട്ടി കണ്ടാൽ മനസ്സിലാവും ഞാൻ നാട്ടിൽ പോവുകയാണ്. അതെ ഗൈസ്, വളരെ പെട്ടെന്നെടുത്ത ഒരു തീരുമാനമാണ് ഇപ്പം നാട്ടിൽ പോകുന്നത്. കാര്യം ഓണം സീസണൊക്കെ ആയതുകൊണ്ട് ബസ്സും ട്രെയിനിൻ്റെയൊക്കെ ടിക്കറ്റ് നമുക്ക് വിചാരിക്കാവുന്നതിനപ്പുറം എക്സ്പെൻസീവ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ പോവാണ്. ഇപ്പോൾ വരുന്നില്ല, പുറകെ വരും. അപ്പോൾ ഞാനാണ് ആദ്യം പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ചെന്നിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇക്കുവിൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ഇനി നാട്ടിൽ ചെന്ന് അത്യാവശ്യം വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും ഇൻഷാ അള്ളാ. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചോ, കാരണം ഇനിയും വ്ളോഗ്സ് പുറകെ വരുന്നുണ്ട്. അപ്പോൾ അതേ ബസ്സിൽ കയറി കേട്ടോ. ബസ്സിൽ കയറി കഴിഞ്ഞ് എല്ലാം കെട്ടി വെച്ചു. പിന്നെ ഇനി എത്ര നാൾ കഴിഞ്ഞാലും ഈ ഒരു കരച്ചിൽ മസ്റ്റാണ് പോകുമ്പോൾ. അങ്ങനെ ഞാൻ പ്രാവശ്യം കുറച്ചേ കരഞ്ഞോളൂ, ബട്ട് സ്റ്റിൽ ഞാൻ കരയും, അത് ഉറപ്പാണ്. അങ്ങനെ കരഞ്ഞ് ഞാൻ ബസ്സിലൊക്കെ കയറി സെറ്റിൽ ഡൗൺ ആയി. വന്നിട്ട് എന്നെ ആക്കിയിട്ട് പോയി. പക്ഷേ ജേണി വളരെ മോശമായിരുന്നു കേട്ടോ ഗൈസ്. ബസ്സും മോശമായിരുന്നു, ആ ഒരു റൈഡൊക്കെ ഭയങ്കര മോശമായിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ നേരെ ഇക്കുവിൻ്റെ വീട്ടിലേക്കാണ് വന്ന ഉടനെ ഞാൻ കയറി കുളിച്ച് ഒന്ന് ഫ്രഷനപ്പായി. ഇക്കുവിൻ്റെ ഉമ്മ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ പോവുമായിരുന്നു ഞാൻ. അപ്പോൾ കുറച്ച് ദിവസമായല്ലോ നമ്മൾ നാട്ടിലേക്കൊക്കെ വന്നിട്ട്. അപ്പം ഞാൻ ഒരു പ്രകൃതിയൊക്കെ അങ്ങോട്ട് ഉൾക്കൊള്ളുമായിരുന്നു. അപ്പോൾ അതേ ഉമ്മച്ചി ഉണ്ടാക്കിയ പത്തിരിയും ചിക്കൻ കറിയും തേങ്ങാപ്പാലൊക്കെ കൂട്ടി നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിടന്ന് ഉറങ്ങുകയാട്ടോ ചെയ്തത്. എൻ്റെ ഇടയ്ക്ക് ഉമ്മച്ചി പുറത്തൊക്കെ പോയി വന്നായിരുന്നു. ഞാനൊന്നും അറിഞ്ഞില്ല, കാരണം അത്ര ടയേർഡായിരുന്നു. അപ്പോൾ അതേ ഇപ്പോൾ ഞാനും ഉമ്മച്ചിയും കൂടെ പുറത്തേക്ക് പോവാണ്. അതിൻ്റെ വ്ളോഗൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ബൈ.